ഗോൾഡൻ വാലി തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി താര കൃഷ്ണൻ അറസ്റ്റിലായെങ്കിലും സംശയങ്ങൾ പലതും ബാക്കിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി പരാതികൾ ഉയർന്നെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 31 ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ മാത്രമാണ്. ഈ കേസിൽ മറ്റുള്ളവർക്കായ അന്വേഷണം തുടരുകയുമാണ്. ഡാൻ കുര്യനും ചേരുകയാണ്. ഡാൻ, ആ രീതിയിലുള്ള ഒരു ദുരൂഹത ഈ കേസിൽ ബാക്കി നിൽക്കുകയാണോ? എന്തുകൊണ്ട് കൂടുതൽ കേസുകളിൽ അന്വേഷണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല? 31 ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ മാത്രം ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. മറ്റ് പരാതികളടക്കം ഇത് എത്ര വലിയ തട്ടിപ്പാണ് ഈ നടന്നിരിക്കുന്നത്? പുതുതായി ഉയരുന്ന സംശയങ്ങളൊക്കെ ഏത് തരത്തിലാണ്? അപർണ, ഗോൾഡൻ വാലി നിധി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് കാട്ടാക്കട, ആര്യനാട്, തമ്പാനൂർ ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നിരവധി പരാതികൾ ഉയർന്നിരുന്നു. കോടിക്കണക്കിന് രൂപ ഇവർ ഈ ചിട്ടി ഫണ്ടിനെന്ന പേരിൽ സ്വന്തമാക്കിയ ശേഷം അത് പിന്നീട് മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഉയർന്ന പ്രധാനപ്പെട്ട പരാതി. പിന്നീട് നൽകിയ തുക 1 വർഷം ആയിട്ട് ലഭിക്കാതിരുന്ന പശ്ചാത്തലത്തിലാണ് നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിച്ചു തുടങ്ങിയത്. ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നതോടെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന പ്രധാന പ്രതി അവർ ഉൾപ്പെടെ കാനഡയിലേക്ക്, താരാകൃഷ്ണൻ ഉൾപ്പെടെ കാനഡയിലേക്ക് മുങ്ങുന്നൊരു സാഹചര്യമുണ്ടായത്. അവിടെ നിന്ന് രഹസ്യമായി താരാകൃഷ്ണൻ നാട്ടിലേക്ക് വരാൻ നീക്കം നടത്തുന്നുവെന്ന കാര്യം തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്ക് രഹസ്യമായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ ഇവരെ പിടികൂടുന്നതിന് വേണ്ടി നിയോഗിച്ചത്. അങ്ങനെ ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം താരാകൃഷ്ണനെ തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അവിടെ നിന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്തിച്ച് ഹാജരാക്കി. റിമാൻഡിലാണ് ഇപ്പോൾ താര. ഇവരെ കൃത്യമായി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അതോടൊപ്പം ഈ കേസിൽ കൂട്ടുപ്രതിയായ KT തോമസ്, ഇയാൾ ഈ കേസ് മുറുകിയതോടെ ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് കടക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. ഇയാളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഊർജിതമാക്കിയതായാണ് പോലീസ് പറയുന്നത്. അപ്പോഴും ഈ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നിരവധി പരാതികൾ ഉയർന്നിട്ടും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 31 ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ മാത്രമാണ് എന്നതാണ് ഇപ്പോഴും ആശങ്കയ്ക്ക് അല്ലെങ്കിൽ ഈ സംശയങ്ങൾക്ക് വഴിവെക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ വരെ ഈ പണം നഷ്ടമായ നിക്ഷേപകർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും ഈ KT തോമസിനെ ഉൾപ്പെടെ ഉടൻ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം സജീവമാക്കിയതായുമാണ് സിറ്റി പോലീസ് നൽകുന്ന സൂചന. എന്തായാലും വിവാദമായ ഗോൾഡൻ വാലി തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രതി താരാകൃഷ്ണൻ അറസ്റ്റിലായിരിക്കുന്നത്. ഡാന, ഈ വിഷയത്തിനകത്ത് തന്നെ കോടിക്കണക്കിന് രൂപ അനധികൃതമായിട്ട് അക്കൗണ്ടിൽ വരിക, അക്കൗണ്ട് മരവിപ്പിക്കുക, ഇതൊക്കെ ഇതിന് മുൻപ് ഉണ്ടായതാണ്. പക്ഷേ അന്നും ഈ ശക്തമായ രീതിയിലേക്ക് ഒരു അന്വേഷണത്തിലേക്കൊന്നും കടന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘം ഇപ്പോൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ നിയമപാലനത്തിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം ലഭിച്ചിരുന്നോ? മറ്റുള്ളവർ കൂടി ഇതിനകത്ത് പങ്കാളികളാണോ? ഇത്രയും ലക്ഷങ്ങൾ, കോടികളുടെയൊക്കെ തട്ടിപ്പ് നടത്തുമ്പോൾ അത് കൃത്യമായൊരു ബാക്കപ്പ് ഇല്ലാതെ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര കാലം മുങ്ങി നടക്കാൻ കഴിയുക ഈ നിയമത്തിൻ്റെ വലയിൽ നിന്ന് എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. ആ തരത്തിലേക്ക് അന്വേഷണം പോകും എന്നുള്ളൊരു പ്രതീക്ഷ ഈ പരാതി കൊടുത്തവർക്കെങ്കിലും ഉണ്ടോ? അവിടെയാണ് ഏറ്റവും വലിയൊരു സംശയം നിലനിൽക്കുന്നത്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. അതായത് ഈ കാട്ടാക്കടയിലും ആര്യനാടും തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നിരവധി പരാതികൾ ഈ നിക്ഷേപകരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് ഈ പരാതിക്കാർ തന്നെ എത്തുകയും ചെയ്തത്. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 27 ലക്ഷം രൂപയുടെ ഒരു തട്ടിപ്പും പിന്നീട് 4 ലക്ഷം രൂപയുടെ മറ്റൊരു, അങ്ങനെ ആകെ 31 ലക്ഷം രൂപയുടെ തട്ടിപ്പിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെയാണ് ഈ സംശയങ്ങൾ ഉയരുന്നത്. ഏത് തരത്തിലാണ് ഈ തട്ടിപ്പ് നടത്തിയവർക്ക് പോലീസ് സഹായം ചെയ്ത് നൽകിയത് എന്ന സംശയം ബലപ്പെടുത്തുന്നത് ആ ഘട്ടത്തിലാണ്. മാത്രവുമല്ല, ഇവർക്ക് ഇത്ര അധികം നാൾ എങ്ങനെ മുങ്ങി നടക്കാൻ കഴിഞ്ഞു? ആരോപണങ്ങൾ ഉയർന്നിട്ടും എങ്ങനെ ഇവിടെ നിന്ന് ഇവർക്ക് വിദേശത്തേക്ക് കടക്കാൻ കഴിഞ്ഞു? ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ താരാകൃഷ്ണൻ പിടിയിലായിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കേസിൽ ഒരു വഴിത്തിരിവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും. ഡാന്, ഇപ്പോൾ ഒളിവിലായിരിക്കുന്ന തോമസ് അടക്കമുള്ള മറ്റ് പ്രതികൾ, അവരിലേക്കുള്ള അന്വേഷണം ഏത് തരത്തിൽ എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 1 വർഷം മുൻപ് സണ്ണി ലിയോണെ കൊണ്ടുവന്ന് നടത്തുന്ന വലിയ ഒരു ഫാഷൻ ഷോ ഒക്കെയാണ് ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്കും പരാതികളിലേക്കും ഒക്കെ കടന്നത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഏത് തരത്തിലാണ്? അതായത്
ഈ KT തോമസ് ഉൾപ്പെടെയുള്ളവർ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് ആ പോലീസിന്റെ വിവരം. കുവൈറ്റിലാണ് ഇയാൾ എത്തിയിരിക്കുന്നത് എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ കുവൈറ്റിൽ കഴിയുന്ന മറ്റൊരു രാജ്യത്ത് കഴിയുന്ന ആളെ ഈ കേസുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് പിടികൂടുക എന്ന് പറയുന്നതിന് രാജ്യാന്തര നിയമങ്ങൾ ബാധകമാണ്. ആ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ഇവിടേക്ക് എത്തിക്കുക എന്നത് ഒരു ശ്രമകരമായ ദൗത്യമായി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ബാക്കിയാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം ഇവിടെ ഈ ആരോപണങ്ങൾക്ക് വഴിവെച്ചത് സണ്ണി ലിയോണിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവർ നടത്തിയ ഒരു പൊതുപരിപാടിയിലൂടെയാണ്. അതിനുവേണ്ടി ഈ നിക്ഷേപകരിൽ നിന്ന് സ്വീകരിച്ച പണം ഈ പൊതുപരിപാടികൾക്ക് വേണ്ടി ഇവർ വിനിയോഗിച്ചു എന്നാണ് ഉയർന്ന ആരോപണം. അതിനുശേഷമാണ് ഈ നിക്ഷേപകം തിരികെ നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തമ്പാനൂരിലുള്ള ഈ തൈക്കാടുള്ള ഗോൾഡൻ വാലിയുടെ നിധി ഫണ്ട്സ് സ്ഥാപനത്തിലെത്തിയത്. പക്ഷേ അവിടെ പണം തിരികെ നൽകാൻ കഴിയുന്നില്ല. അങ്ങനെ നിക്ഷേപകർ കൂട്ടമായി പണം പിൻവലിക്കാൻ എത്തുന്നു. ഉടൻ ഇവർ നാടുവിടുന്നു. ഇതാണ് ഈ വിവാദങ്ങളുടെ തുടക്കം. അങ്ങനെയാണ് താരാകൃഷ്ണനും ഭർത്താവും ഇവിടെ നിന്ന് കാനഡയിലേക്ക് നാടുകടക്കുന്നത്. അവിടെ നിന്ന് രഹസ്യമായി നാട്ടിലേക്ക് വരാൻ നടത്തിയ നീക്കത്തിനിടയിലാണ് വിദഗ്ധമായി തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നിവരെ പിടികൂടിയത്. റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോഴും ഈ കേസുകൾ ഒരുപാട് വലിയ തുകകളുടെ പരാതികൾ ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് 31 ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ മാത്രം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒപ്പം ഈ പ്രധാന പ്രതിയായ തോമസ് അടക്കമുള്ള മറ്റുള്ളവർ ഒളിവിലാണ്. അവർക്കായുള്ള അന്വേഷണം തുടരുന്നു. എങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയത്? രാജ്യാന്തര നിയമങ്ങളുടെ ആ ഒരു പരിമിതി മറികടന്നുകൊണ്ട് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമൊക്കെ നിൽക്കുകയാണ്. ഒരുപാട് പരാതികളാണ് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്തിരിക്കുന്നു. ഡാൻ കുര്യൻ.